ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഐഡിയൽ എൻട്രി സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് എന്നാണ്. ഓക്കെ, അപ്പം നമ്മൾ ഒരുപാട് ICTയുടെ തിയറീസും അതുപോലെ തന്നെ കോൺസെപ്റ്റ്സും പഠിച്ചു. അപ്പം ഒരുപാട് ആളുകൾക്ക് വരുന്ന മെയിൻ ഡൗട്ട് എന്ന് പറയുന്നത് എൻട്രി സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് എങ്ങനെ ഐഡിയലായിട്ട് ലോജിക്കലി ICTയുടെ ലോജിക്കൽ ഉപയോഗിച്ചിട്ട് ഇവിടെ എങ്ങനെ വെക്കണം എന്നുള്ളതാണ് കൂടുതൽ ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം വെൽക്കം ടു T4T. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫൈൻഡ് ദ ഐഡിയൽ എൻട്രി ആൻഡ് സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ്. ഓക്കെ, നമുക്ക് 3 ക്രൈറ്റീരിയാസും ICTയുടെ ബേസിൽ ലോജിക്കലി എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഫസ്റ്റ് സ്ലൈഡ് തന്നെ എന്താണ്? PO3 അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, AMD. ഓക്കെ, ഇതാണ്. ഓക്കെ, ഞാൻ ഇത് കഴിഞ്ഞ വീഡിയോയിലും എല്ലാ വീഡിയോയിലും ഞാൻ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ബേസിലാണ് ICT വർക്ക് ചെയ്യുന്നത്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഒന്നുകൂടി ഇതിനെക്കുറിച്ച് ഒന്നുകൂടി സംസാരിക്കുകയാണ്. ഓക്കെ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇമേജ്, സെക്കൻഡ് ഇമേജ്. ഓക്കെ, ഫസ്റ്റ് ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അക്യുമുലേഷൻ ഫേസ് അഥവാ അക്യുമുലേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൺസോളിഡേഷൻ. അക്യുമുലേഷൻ ഫേസിൽ എപ്പോഴും എന്താണ്? ഒരു ലിക്വിഡിറ്റി ബിൽഡപ്പാണ് നടക്കുന്നത്. മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ആണ്. ഓക്കെ, അതിനുശേഷം അക്യുമുലേഷൻ ഫേസ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ഫേസിലേക്കാണ് മാർക്കറ്റ് വരിക? അതാണ് മാനിപ്പുലേഷൻ ഫേസ്. മാനിപ്പുലേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്യുമുലേഷൻ ഫേസിൽ ക്രിയേറ്റ് ചെയ്യുന്ന ലിക്വിഡിറ്റികൾ. ഓക്കെ, അക്യുമുലേഷൻ ഫേസിൽ ക്രിയേറ്റ് ചെയ്യുന്ന ലിക്വിഡിറ്റീനെ മാർക്കറ്റ് എടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്? മാനിപ്പുലേഷൻ അഥവാ സ്റ്റോപ്പ് ഹണ്ട് അല്ലെങ്കിൽ പേർജ് എന്നൊക്കെ പറയും. ഓക്കെ, അതിനുശേഷം എന്താണ്? അതിനുശേഷം മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്തും. അതിന് മുന്നേ എന്താണ്? മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ. മാനിപ്പുലേഷൻ കഴിഞ്ഞാൽ എന്താണ്? പിന്നെ മാർക്കറ്റ് ചെയ്യുന്ന അടുത്ത ഫേസ് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ എന്താണ്? അക്യുമുലേഷൻ ഫേസ്. അക്യുമുലേഷൻ ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡിറ്റി ബിൽഡപ്പ് ആണ്. ഓക്കെ, ഇപ്പോൾ എന്താണ്? മാർക്കറ്റിൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ഒരു ബെയറിഷ് ആണെങ്കിൽ ബെയറിഷ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ബെയറിഷ് ആണ്. ഓക്കെ, ഇത് ബെയറിഷ് ആണ്. ഫസ്റ്റ് ഇമേജ്. ഫസ്റ്റ് മാർക്കറ്റ് ഒരു അക്യുമുലേഷൻ ഫേസ് ക്രിയേറ്റ് ചെയ്യും. അക്യുമുലേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ലിക്വിഡിറ്റി ബിൽഡപ്പ് നടത്തും. മുകളിലും ലിക്വിഡിറ്റി, താഴെയും ലിക്വിഡിറ്റി. മാർക്കറ്റിൻ്റെ ഇൻറ്റൻറ്റ് താഴേക്കാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? മുകളിലേക്കുള്ള ലിക്വിഡിറ്റീനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്യും അഥവാ മാനിപ്പുലേറ്റ് ചെയ്യും. അതിനുശേഷമാണ് താഴത്തെ ലിക്വിഡിറ്റീനെ മാർക്കറ്റ് എടുക്കുക. താഴേക്ക് ലിക്വിഡിറ്റി എടുത്ത് പോകുമ്പോൾ അത് ഡിസ്ട്രിബ്യൂഷൻ ഫേസിലേക്ക് പോകും. ഓക്കെ, ഇനി മുകളിലേക്കുള്ള വ്യൂ ആണെങ്കിലോ, ഒരു ഇൻറ്റൻറ്റ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ബുള്ളിഷ് ആണെങ്കിൽ എന്താണ്? ആദ്യം സെയിം ആയിട്ട് ഒരു അക്യുമുലേഷൻ ഫേസ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അക്യുമുലേഷൻ ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡിറ്റി ബിൽഡപ്പ് ആണ്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലിക്വിഡിറ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയാണ് അക്യുമുലേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു അക്യുമുലേഷൻ ഫേസിൽ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തു. മുകളിലും ലിക്വിഡിറ്റി, താഴെയും ലിക്വിഡിറ്റി. മുകളിലുള്ള ലിക്വിഡിറ്റിനെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്നും താഴെയുള്ള ലിക്വിഡിറ്റിനെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്നും പറയുന്നു. ഓക്കെ, ഇതെന്താണ്? ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. ഇതിനെ ലിക്വിഡിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാവാത്തവരോ അത് പോയി കാണുക. ഓക്കെ, അപ്പോൾ മുകളിലേക്കുള്ള ഒരു ഇൻറ്റൻറ്റിൽ ഒരു അക്യുമുലേഷൻ നടത്തി കഴിഞ്ഞ് ലിക്വിഡിറ്റി ബിൽഡപ്പ് ചെയ്തിട്ട് താഴേക്ക് മാർക്കറ്റ് മുകളിലേക്കാ പോകുന്നുണ്ടെങ്കിൽ ആദ്യം താഴെയുള്ള ലിക്വിഡിറ്റീനെ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് അതിനുശേഷമാണ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ AMDയിൽ 3 ഫേസ് ആണുള്ളത്. അക്യുമുലേഷൻ ഫേസ്, മാനിപ്പുലേഷൻ ഫേസ്, ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. അക്യുമുലേഷൻ ഫേസിൽ എന്താണ്? ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. മാനിപ്പുലേഷനിൽ ലിക്വിഡിറ്റീനെ സ്വീപ്പ് ചെയ്യുന്നു അഥവാ ആ ലിക്വിഡിറ്റീനെ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂഷനിൽ എന്താണ്? അവിടെയാണ് ആക്ച്വൽ ഇൻറ്റൻറ്റ് അവർ പുറത്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് മനസ്സിലാക്കുക. ഓക്കെ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ പക്കായിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടുതൽ നന്നായിട്ട് ഗ്രാസ്പ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാവാത്ത ആളുകൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്നുകൂടി ബാക്ക് അടിച്ച് കാണുക, അല്ലെങ്കിൽ പ്രീവിയസ്ലി നമ്മൾ ചെയ്ത വീഡിയോസിൽ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അത് പോയി കാണുക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ്? നമ്മുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫൈൻഡ് ദ ഐഡിയൽ എൻട്രി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ICT പഠിച്ച സ്ഥിതിക്ക് എന്താണ്?
നമ്മൾ ഒരു 3 PDRIs നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മേജറായിട്ട് നമുക്ക് വേണ്ട 3 PDRIs എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഒന്ന് ഓർഡർ ബ്ലോക്ക്, 3 ബ്രേക്കർ ബ്ലോക്ക്. ഓക്കെ, നമ്മൾ 3 PDRIസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ബ്രേക്കർ ബ്ലോക്ക്, അതുപോലെ ഓർഡർ ബ്ലോക്ക്, ഇതൊക്കെയാണ് മേജറായിട്ടുള്ള 3 PDRIs. ഓക്കെ, അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ബെയറിഷ് എൻട്രിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് എൻട്രി എടുക്കാം, ഒരു ബ്രേക്കർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുക്കാം, ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുക്കാം. ഓക്കെ, ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുക്കാം. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണ്? ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആവണം. അതുപോലെ ഓർഡർ ബ്ലോക്കോ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആവണം. ബ്രേക്കർ ബ്ലോക്കോ ഒരു ബെയറിഷ് ബ്രേക്കർ ബ്ലോക്കും ആവണം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഒരു ബുള്ളിഷ് എൻട്രിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ നമുക്ക് അവിടെയും 3 PDRIസിൽ എൻട്രി എടുക്കാം. അവിടെ ഏത് PDR ആണോ ഫോം ചെയ്യുന്നത് അവിടെ എടുക്കാം. ഓർഡർ ബ്ലോക്ക് എടുക്കാം. ഓർഡർ ബ്ലോക്ക് എടുക്കുമ്പോൾ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്. അതുപോലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് അഥവാ BC. ഓക്കെ, അതുപോലെ ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ട് ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് നമ്മളുടെ എൻട്രി വരുന്നതെന്ന് വിചാരിക്കുക. ഓർഡർ ബ്ലോക്കിലാണ് എൻട്രി വരുന്നതെങ്കിൽ എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ആദ്യം ഒരു അക്യുമുലേഷൻ ഫേസ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം എന്താവും, ലിക്വിഡിറ്റിനെ സ്വീപ്പ് ചെയ്യും. ഓക്കെ, അതാണ് ഈ ലിക്വിഡിറ്റി സ്വീപ്പ്. അതിനുശേഷം എന്ത് ചെയ്യും, മാർക്കറ്റ് ആക്ച്വലി ഒരു മൂവ് മുകളിലേക്ക് നടത്തും. എന്താണ്, ഒരു മാർക്കറ്റിൻ്റെ മാനിപ്പുലേഷൻ അഥവാ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ എന്താവും, പ്ലസ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നടക്കും. അപ്പോഴാണ് നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, ഒരു സ്ട്രക്ചർ ബ്രേക്ക്, അതിനുശേഷം എന്താണ്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്. ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതുപോലത്തെ ഹ്യൂജ് മൂവ് നിങ്ങൾ കാണുക. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നൊരു മൂവ് മുകളിലേക്ക്. എന്താണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്? എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ഏരിയ ആണ്. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഈ മാനിപ്പുലേഷൻ നടന്ന ഏരിയ ആണ് ഏത് ഏരിയ? ഈ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു വാലിഡ് ഓർഡർ ബ്ലോക്ക് മനസ്സിലാവണമെങ്കിൽ എന്തൊക്കെ വേണം? അവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വേണം, അതുപോലെ എന്ത് വേണം, ഒരു സ്ട്രക്ചർ ബ്രേക്ക് വേണം, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. എന്ന് വെച്ചാൽ ക്യാൻഡിൽസ്, ബിഗ് ക്യാൻഡിൽസ് വേണം. കാരണം എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നു എന്ന് അറിയാനുള്ള ഒരു സിമ്പിൾ എന്താണ്, ഇതുപോലത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിലാണ്. അതിനുശേഷം എന്ത് വേണം, ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണം. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നാലേ നമുക്ക് ആ ഓർഡർ ബ്ലോക്കിന് വാലിഡ് ആണെന്ന് പറയാൻ പറ്റൂ. ഓക്കെ, അതിനുശേഷം എന്താവും, മാർക്കറ്റ് ഒരു IDX ക്രിയേറ്റ് ചെയ്യും. ഈ IDX നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് പോയി കാണാം. അപ്പോൾ IDX കൂടി വരുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാവും, ഇവിടെ ഒരു IDX ഫോം ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഈ ഓർഡർ ബ്ലോക്ക് വാലിഡ് ആണ് എന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിലിനെ ഒരു OB ആയിട്ട് വരയ്ക്കും. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്ന സമയത്ത് ആ ഒരു ഓർഡർ ബ്ലോക്കിൽ ടച്ച് കിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ കൺഫർമേഷൻ നോക്കിയിട്ടോ നമ്മളൊരു എൻട്രി മുകളിലേക്ക് എടുക്കും. ഓക്കെ, ഇതാണ് ഓർഡർ ബ്ലോക്ക് എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡർ ബ്ലോക്ക് എൻട്രി ആവണമെങ്കിൽ എന്താണ്, ഓർഡർ ബ്ലോക്ക് വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്യണം. ഓക്കെ, ഓർഡർ ബ്ലോക്ക് വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ക്രൈറ്റീരിയ? ഒന്ന്, ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ടാവണം. ലിക്വിഡിറ്റി സ്വീപ്പ് അത് ഏതാണ് സെക്ഷൻ? അതെന്ന് പറഞ്ഞാൽ മാനിപ്പുലേഷൻ ഫേസ് ആണത്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കണം. അതുപോലെ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇതുപോലത്തെ ബിഗ് ക്യാൻഡിൽസ്. ഓക്കെ, ഈ ബിഗ് ക്യാൻഡിൽസ് എപ്പോൾ സംഭവിക്കണം? ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞിട്ട് അറ്റ് എ ടൈം എന്താണ്, റിവേഴ്സൽ പോകണം, ഡിസ്പ്ലേസ്മെൻറ്റ്. അതുപോലെ എന്താണ്, സ്ട്രക്ചർ ബ്രേക്ക് അല്ലെങ്കിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് വരണം. അതുപോലെ തന്നെ എന്താണ്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓർഡർ ബ്ലോക്കിന് ഉണ്ടായിരിക്കണം. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഒരു ഓർഡർ ബ്ലോക്ക് ഒരു വാലിഡ് ഓർഡർ ബ്ലോക്ക് ആണെന്ന് പറയാം. ഓക്കെ, പിന്നെ എന്താണ്, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എപ്പോഴും എവിടെയാണ് വരേണ്ടത്? ഒരു ഡിസ്കൗണ്ട് പ്രൈസിലായിരിക്കണം വരേണ്ടത്. അതിനെക്കുറിച്ച് നമ്മൾ പ്രീമിയം ബസ് ഡിസ്കൗണ്ട് പഠിച്ചിട്ടുണ്ട്, അത് പോയി കാണാം. ഓക്കെ, ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കണം, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ ഉണ്ടാവണം, സ്ട്രക്ചർ ബ്രേക്ക് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാവണം, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവണം, അതുപോലെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് റെഡി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വാലിഡ് ഓർഡർ ബ്ലോക്ക് കിട്ടും. നിങ്ങളിപ്പോൾ ഈ ഒരു പിക്ചറിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് താഴേക്ക് വന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തി, സ്ട്രക്ചർ ബ്രേക്ക് നടത്തി, അതുപോലെ IDX ക്രിയേറ്റ് ചെയ്ത്
മാർക്കറ്റ് ടാപ്പ് കിട്ടി, ആ സോണിൽ ടാപ്പ് കിട്ടി, മാർക്കറ്റ് മുകളിൽ പോയി. ഓക്കെ, ഇത് വാലിഡ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു എൻട്രി ക്രൈറ്റീരിയ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എൻട്രി ക്രൈറ്റീരിയാസ് നോക്കാം. ഇനി ഓർഡർ ബ്ലോക്കിൽ എൻട്രി കഴിഞ്ഞാൽ, ഓക്കെ, ഓർഡർ ബ്ലോക്കിലെ എൻട്രി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർഡർ ബ്ലോക്കിൽ എങ്ങനെയാണ് എൻട്രി എടുക്കുന്നത്, അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് വഴി എങ്ങനെയാണ് എൻട്രി വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താണ്, ഫെയർ വാല്യൂ ഗ്യാപ്പ് വഴി എങ്ങനെയാണ് എൻട്രി എടുക്കുന്നത് വെച്ചാൽ നമ്മൾ സെയിം പോലെ തന്നെ എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കുന്നു, സ്ട്രക്ചർ ബ്രേക്ക് നടക്കുന്നു, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ ഉണ്ടാവുന്നു, അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50% എന്നോ ആലോചിക്കുക, 50% എന്ന് വെച്ചാൽ ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ആ ഒരു സോണിൻ്റെ പകുതി 50%ലോ അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ തൊട്ട് മുന്നിലോ ഈ ഒരു ഏരിയനോ അഥവാ ഈ ഒരു ഏരിയനോ ആയിട്ടാണ് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എൻട്രി എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ എന്താണ്, ആദ്യം തന്നെ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ഇങ്ങനെ ഒരു അക്യുമുലേഷൻ ഫേസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്താണ്, അക്യുമുലേഷൻ ഫേസിൻ്റെ ലോ നമ്മൾ പറഞ്ഞ പോലെ മുകളിലും ലിക്വിഡിറ്റി, താഴെ ലിക്വിഡിറ്റി, താഴത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു. അറ്റ് എ ടൈം മുകളിലേക്ക് എന്താണ്, നമ്മൾ ഓർഡർ ബ്ലോക്കിൻ്റെ ക്രൈറ്റീരിയ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നു, അതുപോലെ സ്ട്രക്ചർ ബ്രേക്ക് നടന്നു. ഓക്കെ, ഇവിടെ എന്താണ്, സ്ട്രക്ചർ ബ്രേക്ക് നടന്നപ്പോൾ ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായി. ഓക്കെ, അപ്പോൾ ലാസ്റ്റത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഏതാണ്, ഇതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ആ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ നമ്മളെ ഒരു ബ്ലൂ സോൺ വെച്ചിട്ട് പ്ലോട്ട് ചെയ്തു, അതിൻ്റെ 50% മാർക്ക് ചെയ്തു. ആ 50% ടാപ്പ് കിട്ടിയാൽ നമ്മൾ എൻട്രി എടുക്കും. SL ഇവിടെ എന്താണ്, ഇവിടെ ആക്ച്വലി നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യാണ്. പക്ഷെ എന്താണ്, നമ്മൾ ഓർഡർ ബ്ലോക്ക് നല്ല എൻട്രി എടുക്കുന്നത് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50% എന്നാണ്, അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ സ്റ്റാർട്ട് പോയിന്റിലാണ്. ഓക്കെ, SL ഇവിടെ വരും. SL എപ്പോഴും നമ്മളുടെ ഈ ഒരു ലോലായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എടുക്കുന്ന സമയത്ത് നമ്മളിവിടെ എഴുതിയതൊന്ന് നോക്കുക. എൻട്രി ചാൻസസ് ആർ വെരി ഹൈ. എൻട്രി ചാൻസസ് ആർ വെരി ഹൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എൻട്രി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർഡർ ബ്ലോക്ക് വരച്ച് ഇതിൽ എൻട്രി എടുക്കുന്ന ആളുകൾ എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എൻട്രി വന്നിട്ടില്ല, കാരണം അവരുടെ സോണിലേക്ക് വന്നിട്ടില്ല. പക്ഷെ എന്താണ്, ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് എൻട്രി എടുക്കാൻ ഉദ്ദേശിച്ച ആൾ എന്ന് വെച്ചാൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ 50% എന്ന് അതിനെ നമ്മൾ കോൺസിക്വൻറ്റ് എൻക്രോച്ച്മെൻറ്റ് എന്നാണ് പറയുക. അപ്പോൾ ആ ലെവലിൽ നിന്ന് എൻട്രി എടുക്കുന്ന ആൾക്ക് എന്താണ്, അവിടെ എൻട്രി കിട്ടും. ഓക്കെ, അടുത്തത് എന്താണ് നോക്ക്, റിസ്ക് ഈസ് കമ്പാരിറ്റീവ്ലി ഹൈ എന്ന് ആരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓർഡർ ബ്ലോക്ക് ആയിട്ട് കമ്പയർ ചെയ്യുന്ന ആളുകളേക്കാൾ റിസ്ക് കൂടുതലാണ്. കാരണം എന്താണ്, നമ്മൾ ഇവിടെ എൻട്രി എടുത്താലും SL വരിക ഇവിടെയാണ്. അപ്പോൾ ഓർഡർ ബ്ലോക്കിൽ വെച്ച് എൻട്രി എടുക്കുകയാണെങ്കിലും ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വെച്ച് എൻട്രി എടുക്കുകയാണെങ്കിലും എന്താണ്, ഈ സ്വിങ് ലോയിലായിരിക്കണം നമ്മളുടെ എൻട്രി. ഓക്കെ, ഈ ഒരു മാനിപ്പുലേഷൻ നടന്ന ഏരിയേൻ്റെ താഴെ ആയിരിക്കണം SL. കാരണം എന്താണ്, അവിടെ SL വെക്കാൻ പറയുന്നതിൻ്റെ കാരണം എന്താണ്, ഇവിടെ അക്യുമുലേഷൻ ഫേസിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ഏരിയയാണിത്. ഇവിടുത്തെ എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഈ താഴെയുള്ള ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. ഓക്കെ, കളക്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ പിന്നെ ലിക്വിഡിറ്റി ഉണ്ടാകില്ല. ഓക്കെ, ഈ ഏരിയയിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ താഴെ ആരുടെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും ഇതിൻ്റെ താഴെ, കാരണം അവരാണ് ഇവിടെ എൻട്രി ചെയ്തത്. അപ്പം തിരിച്ച് മാർക്കറ്റ് താഴേക്ക് വരുന്ന സമയത്ത് ഈ ലെവലിൻ്റെ താഴേക്ക് അവർ വിട്ടില്ല. കാരണം എന്താണ്, അവരുടെ സ്റ്റോപ്പ് ലോസ് താഴെ ഉണ്ട്. ഈ ലെവലിൻ്റെ താഴേക്ക് വിട്ടാൽ അവരുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമ്മൾ ഓർഡർ ബ്ലോക്കിൽ എൻട്രി എടുക്കുകയാണെങ്കിലും ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എൻട്രി എടുക്കുകയാണെങ്കിലും സ്റ്റോപ്പ് ലോസ് എപ്പോഴും എവിടെയായിരിക്കണം, ഈ ഒരു സ്വിങ് ലോൻ്റെ താഴെയാണ്. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എടുക്കുന്ന സമയത്ത് കുറച്ച് മുകളിലായിരിക്കും നമ്മളുടെ എൻട്രി. ഓർഡർ ബ്ലോക്കിൽ എത്തുന്ന സമയത്ത് എന്താണ്, നമുക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് താഴെയായിരിക്കും നമ്മളുടെ എൻട്രി. ഓക്കെ, അപ്പോൾ ഓർഡർ ബ്ലോക്കിൽ എടുക്കുന്നതിനേക്കാൾ കുറച്ച് റിസ്ക് കൂടുതലായിരിക്കും എന്തിൽ, ഫെയർ വാല്യൂ. പക്ഷേ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എടുക്കുമ്പോൾ എന്താണ്, എൻട്രി ചാൻസസ് ആർ വെരി ഹൈ, നമുക്ക് എൻട്രി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എൻട്രി എടുക്കുന്നവരെന്താവണം, അപ്പോൾ ഹൈ പ്രോബബിലിറ്റി ആയിട്ടുള്ള ട്രേഡ് നമ്മുടെ എന്തൊക്കെയാണ്, ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ബ്രേക്ക്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇതൊക്കെ മാച്ച് ചെയ്ത് കഴിഞ്ഞ് അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിന്ന് എൻട്രി എടുക്കാം. അപ്പം നമ്മൾ നമ്മുടെ PDRIs 3 PDRIs ഫെയർ വാല്യൂ ഗ്യാപ്പും ഓർഡർ ബ്ലോക്കിനെ കുറിച്ചുള്ളൂ. അതിൽ എങ്ങനെയാണ് എൻട്രി എടുക്കുകയെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ ലാസ്റ്റത്തെ PDRI ആയിട്ടുള്ള ബ്രേക്കർ ബ്ലോക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ബ്രേക്കർ ബ്ലോക്കിൽ എടുക്കുന്ന സമയത്ത് എന്താണ്, നിങ്ങൾ അത്രയും കെയർഫുൾ ആവണം. കുറച്ച് കാര്യങ്ങൾ ഫെയർ വാല്യൂ ഗ്യാപ്പിലും ഓർഡർ ബ്ലോക്കിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടാണ് ബ്രേക്കർ ബ്ലോക്കിൽ എൻട്രി എടുക്കുന്നവർ എൻട്രി എടുക്കേണ്ടത്. കാരണം ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു
ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഫെയിലായാലാണ്, ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്കാണ് ഫെയിലായാലാണ് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഒരു ബുള്ളിഷ് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ഫെയിലായാലാണ് ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഫോം ആവുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബെയറിഷ് ബ്രേക്കർ ബ്ലോക്ക് അല്ലെങ്കിൽ ബ്രേക്കർ ബ്ലോക്ക് എൻട്രി എടുക്കുന്നത് എങ്ങനെയാണ്? ഒരു ബ്രേക്കർ ബ്ലോക്ക് ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ബ്രേക്കർ ആണ്. ഒരു ബുള്ളിഷ് ബ്രേക്കർ ആവുന്ന സമയത്താണ് മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തി കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഭാഗമാണ് എടുക്കുന്നത്? ഈ ഒരു ഏരിയ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അതുപോലെ ഈ ഒരു ഏരിയ ആയിരിക്കില്ല നമ്മൾ എടുക്കുക. നമ്മൾ ഈ ഒരു ഏരിയ കാരണം എന്താണ്? മാർക്കറ്റ് താഴേക്ക് മാനിപ്പുലേഷൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലാസ്റ്റ് ഡൗൺ ക്യാൻഡിലിന് വന്നിട്ടുള്ള ആ ഒരു അപ്പ് മൂവ്മെൻറ്റ് വന്ന ഏരിയ ഏതാണ്? ഇതല്ലേ ഏരിയ? ആ ഏരിയനെയാണ് നമ്മൾ ബ്രേക്കർ ബ്ലോക്കായിട്ട് എൻട്രി എടുക്കുന്നത്. അതിനുശേഷം എന്താണ്? മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി താഴേക്ക് വന്നാൽ നമ്മൾ ഒരു എൻട്രി എടുക്കും. ഓക്കെ, നിങ്ങൾ ഈ ലെവലിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? നമ്മളുടെ മാനിപ്പുലേഷൻ നടന്ന ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഏരിയ ആണ്. അപ്പോൾ ബുള്ളിഷ് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുള്ളിഷ് ബ്രേക്കർ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ബുള്ളിഷ് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഫെയിൽ ചെയ്തതാണ്. അപ്പോൾ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഫെയിൽ ചെയ്തതാണ് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്. അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്ക് ഈ ബ്രേക്കർ ബ്ലോക്ക് വാലിഡ് ആവണമെങ്കിൽ എന്താവണം? ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ പോകണം, അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ഓവർലാപ്പ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ അത് കണ്ടില്ലേ നിങ്ങൾ? ഇപ്പോൾ എന്താണ് പറയുക? ഇപ്പം നിങ്ങൾ ഈ ഒരു മൂവ്മെൻറ്റ് താഴേക്ക് വന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തി തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഉള്ളിലാണ് ഈ ബ്രേക്കർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഒന്നിനോണ്ട് എന്താണ്? ഓവർലാപ്പ് ചെയ്യണം. ഓക്കെ എന്താണ്? പ്രൈസ് എന്താണ്? ഓവർലാപ്പിംഗ് ആണ്. രണ്ട് ഐറ്റംസ് ഓവർലാപ്പ് ആയിട്ട് വരികയാണ്. ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അതുപോലെ ഇവിടെ ബ്രേക്കർ ബ്ലോക്കും ഉണ്ട്. അപ്പോൾ ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ആക്ച്വലി ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ പ്രൈസ് തിരിച്ച് താഴേക്ക് വന്നിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് താഴേക്കാണ് പോകേണ്ടത് അല്ലേ? പ്രൈസ് എന്ത് ചെയ്ത് തിരിച്ച് മുകളിൽ കയറി. അപ്പോൾ ഈ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എന്തായി? ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്കായി മാറി. ഓക്കെ, അപ്പം ബ്രേക്കർ ബ്ലോക്കിൽ എൻട്രി എടുക്കുമ്പോൾ എന്താണ്? ബ്രേക്കർ ബ്ലോക്കിന് എപ്പോഴും ആ ബ്രേക്കർ ബ്ലോക്ക് വരച്ച സോണിൻ്റെ ഉള്ളിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവണം. അതാണ് ഹൈ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? നമ്മൾ ഓർഡർ ബ്ലോക്കിൽ എൻട്രി എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഓർഡർ ബ്ലോക്കിലേക്ക് എൻട്രി എടുക്കണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. എന്തൊക്കെയാണ്? ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കണം, അതുപോലെ സ്ട്രക്ചർ ബ്രേക്ക് നടക്കണം, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണം, ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ, ഇതുപോലത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ വേണം, അതുപോലെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താവണം? ബൈ ആണ് ചെയ്യുന്നതെങ്കിൽ ഡിസ്കൗണ്ട്, സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ പ്രീമിയം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എൻട്രി എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എൻട്രി എടുക്കുന്ന സമയത്ത് ഹൈ പ്രോബബിലിറ്റി ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പ് വേണം നമുക്ക്. ലിക്വിഡിറ്റി സ്വീപ്പ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ട്രക്ചർ ബ്രേക്ക്, അതുപോലെ നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് വരച്ച് കഴിഞ്ഞിട്ട് മാക്സിമം എന്ത് ചെയ്യുക? 50% എൻട്രി എടുക്കാൻ നോക്കുക. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ സോണിൻ്റെ 50%, അതാ മീൻ എന്ന് പറയും, അല്ലെങ്കിൽ ക്വൻസീക്കൻ്റ് എൻക്രോച്ച്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു സോണിൻ്റെ ഇക്വിലിബ്രിയത്തിൽ നിന്ന് എടുക്കണം. ഓക്കെ, അതിനുശേഷം സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിലാണ് നമ്മൾ വെക്കേണ്ടത്. അതുപോലെ ബ്രേക്കർ ബ്ലോക്ക് പറഞ്ഞാൽ എന്താണ്? ബ്രേക്കർ ബ്ലോക്കിൽ എടുക്കുന്ന സമയത്ത് എന്താണ് പറഞ്ഞത്? ബ്രേക്കർ ബ്ലോക്ക് എടുക്കുന്ന സമയത്ത് ആ ബ്രേക്കർ എപ്പോഴും എന്താവണം? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കൂടെ ഓവർലാപ്പ് ആവണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബ്രേക്കർ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണം. അപ്പോഴാണ് കൂടുതൽ സെറ്റപ്പ് വരിക മാർക്കറ്റ് നമ്മളുടെ കറക്റ്റ് ടാർഗറ്റിലെത്താൻ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 PDRIs പറഞ്ഞു. അതിലെങ്ങനെയാണ് ജസ്റ്റ് എൻട്രി എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്നത് എന്താണ്? ഇതിൽ 3-ൽ ഏതാണ് ബെറ്റർ? ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് എടുക്കുന്നതാണോ, അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50% നിന്ന് എടുക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ OB നിന്ന് എടുക്കുന്നതാണോ, ബ്രേക്കറിൽ എടുക്കുന്നതാണോ? ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയുകയാണ്. ഒരു ബുള്ളിഷ് സെനാരിയോയിൽ ഒരു അക്യുമുലേഷൻ ഫേസ് വന്നു. അതിനുശേഷം എന്താണ്? മാർക്കറ്റ് ആ മാനിപ്പുലേഷൻ ഫേസ് നടത്തി, എന്ന് വെച്ചാൽ ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി. ഓക്കെ, ഇനി എന്താണ്? നമ്മൾ ആദ്യം തന്നെ ഒരു ഓർഡർ ബ്ലോക്ക് എൻട്രി എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഫോമായി. എൻ്റെ എൻട്രി വരുന്നത് എവിടെയാണ്? ഇവിടെയാണ് എൻട്രി വരുന്നത്. SL വരുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ പ്രൈസ് താഴേക്ക് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നു, ടാർഗറ്റ് വെക്കുന്നു. ഓക്കെ,
ഇനി നിങ്ങൾ സെയിം സംഭവം തന്നെ ഞാൻ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ പറയുകയാണെങ്കിൽ അക്യുമുലേഷൻ ഫേസ് നടന്നു, മാനിപ്പുലേഷൻ നടന്നു, സ്ട്രക്ചർ ബ്രേക്ക് നടന്നു. എൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓർഡർ ബ്ലോക്കിൻ്റെ മുന്നെയാണ് വരുന്നത്. അതിനുശേഷം അതിൻ്റെ ആ ഒരു 50% നിന്ന് ഞാൻ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ എൻട്രി ഇവിടെ വരും, എസ് എൽ ഇവിടെ വരും, ഇവിടെ ആയിരിക്കും എൻ്റെ എസ് എൽ വരിക. പ്രൈസ് തിരിച്ച് താഴേക്ക് വന്നിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50%ലോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തട്ടിയിട്ട് മാർക്കറ്റ് തിരിച്ച് പോകും. ടാർഗറ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ നമ്മൾ ടാർഗറ്റ് കൊടുക്കും. ഓക്കെ, ഇനി അടുത്ത സെനാരിയോ നോക്കുകയാണെങ്കിൽ എന്താണ്? അടുത്ത സെനാരിയോ നോക്കുകയാണെങ്കിൽ എന്താണ്? ബ്രേക്കർ ബ്ലോക്കാണ്. ഓക്കെ, ബ്രേക്കർ ബ്ലോക്ക് എടുക്കുന്ന സമയത്ത് ഏതായിരിക്കും? ഇവിടെ ആയിരിക്കും നമ്മുടെ ബ്രേക്കർ ബ്ലോക്ക് അലൈൻ ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ബ്രേക്കർ ബ്ലോക്കിൻ്റെ അലൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓവർലാപ്പ് ആയി വരണം എന്ന് പറയും. അപ്പോൾ എൻട്രി വരുന്ന എവിടെ ആയിരിക്കും? എൻട്രി ഇവിടെ വരും, എസ് എൽ ഇവിടെ വരും, ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഈ ഇതിൽ ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? മൂന്നും നല്ല എൻട്രി ക്രൈറ്റീരിയാസ് ആണ്. അപ്പം നമ്മൾ മെയിൻലി മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതിൻ്റെ മൂന്നിൻ്റെയും എസ് എൽ സെയിം സ്ഥലത്താണ്. എസ് എൽ എപ്പോഴും എന്താണ്? സെയിം സ്ഥലത്താണ്. ആ മാനിപ്പുലേഷൻ നടന്ന ലോൻ്റെ താഴെയായിരിക്കും എസ് എൽ. അപ്പോൾ എൻട്രി ഓർഡർ ബ്ലോക്കിലാവുമ്പോൾ എന്താണ്? നമുക്ക് ആക്ച്വലി ഏറ്റവും താഴെ എന്ന് വെച്ചാൽ ബ്രേക്കർ ബ്ലോക്കിൻ്റെയും ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെയും ബ്രേക്കർ ഓർഡർ ബ്ലോക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും താഴെയായിരിക്കും അതിൻ്റെ എൻട്രി. ബ്രേക്കർ ബ്ലോക്കും എസ് എല്ലും ഫെയർ വാല്യൂ ഗ്യാപ്പും വരുമ്പോൾ എന്താണ്? ഓർഡർ ബ്ലോക്കിൻ്റെ കുറച്ച് മുന്നേ ആയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളുടെ എൻട്രി വരുന്നത്. അതുകൊണ്ട് എന്താണ്? എൻട്രിയും എസ് എല്ലും തമ്മിൽ ദൂരം കൂടുതലായിരിക്കും. ഓക്കെ, എൻട്രിയും എസ് എല്ലും ദൂരം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ വിച്ച് ഈസ് ബെറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് അഗ്രസീവായിട്ട് എടുക്കുന്ന ആളുകളാണെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പെന്നോ ബ്രേക്കർ ബ്ലോക്കെന്നോ നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ എന്താണ്? കറക്റ്റ് നമ്മളുടെ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് അത് ഫോം ആവണം. ഓക്കെ, എസ് എൽ എപ്പോഴും വരുന്നത് എന്താണ്? ആ മാനിപ്പുലേഷൻ നടന്ന ഇതിൻ്റെ താഴെ. ഓർഡർ ബ്ലോക്കിൽ എടുക്കുന്ന സമയത്ത് എന്താണ്? നമുക്ക് എൻട്രിയും എസ് എല്ലും കുറച്ച് കുറവായിരിക്കും കമ്പയർ ടു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആൻഡ് ബ്രേക്കർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ വിച്ച് ഈസ് ബെറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ മൂന്നും സൂപ്പറാണ്. ഓക്കെ, ഇനി എന്നോട് ചോദിക്കുകയാണ് ഐ റെക്കമെൻഡ് ഞാൻ ഏതാണെന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഞാൻ കൂടുതൽ ഓർഡർ ബ്ലോക്കാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിവിടെ ഏരിയ ഓർഡർ ബ്ലോക്സ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഇൻ ദ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഫീച്ചറിൽ നോക്കുകയാണ് എന്താ? ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നു, സ്ട്രക്ചർ ബ്രേക്ക് നടന്നു. ഓക്കെ, നടന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു സ്വിങ് ലോയും സ്വിങ് ഹൈയും കിട്ടി. നമ്മളെന്താണ്? പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് തിയറി പഠിക്കാത്തവർ പോയി പഠിക്കുക, നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്വിങ് ലോന്ന് സ്വിങ് ഹൈയിലേക്ക് ഒരു ഫിബ് വരച്ചാൽ അതിൻ്റെ 50%നെ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയും. ഇക്വിലിബ്രിയത്തിൻ്റെ താഴെയാണ് ഡിസ്കൗണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട് നമ്മുടെ ഓർഡർ ബ്ലോക്ക് ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? നമ്മുടെ ഓർഡർ ബ്ലോക്ക് ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ഡിസ്കൗണ്ട് ഏരിയയിലാണ്. പക്ഷെ നമ്മളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുക്കുകയാണ്. നിങ്ങൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മിഡ് വരുന്നത് എവിടെയായിരിക്കും? ഏകദേശം ഈ ഒരു ഏരിയയിൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പോൾ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇക്വിലിബ്രിയത്തിൽ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എൻട്രി ഇവിടെ വരും, എസ് എൽ ഇവിടെ വരും. ഓക്കെ, ഒരു ഓർഡർ ബ്ലോക്കിൽ എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എൻട്രി ഇവിടെ വരും, എസ് എൽ ഇവിടെ വരും. അപ്പോൾ ഞാൻ എപ്പോഴും നോക്കുന്നത് എന്താണ്? ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, ഞാൻ ഫെയർ വാല്യൂ ഗ്യാപ്പിലും ബ്രേക്കർ ബ്ലോക്കിലും എൻട്രി എടുക്കുന്നത് കുറവാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഓർഡർ ബ്ലോക്കിലാണ്. ഓർഡർ ബ്ലോക്ക് വരുമ്പോൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എപ്പോഴും ഫേവറബിൾ ആയിട്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എൻട്രി മെത്തേഡ് എടുക്കുന്ന സമയത്ത് എന്താണ്? അഗ്രസീവ് മെത്തേഡ് ഉണ്ട്, കൺഫർമേഷൻ മെത്തേഡ് ഉണ്ട്, കൺസർവേറ്റീവ് മെത്തേഡ് ഉണ്ട്. അഗ്രസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓർഡർ ബ്ലോക്ക് വരച്ചു കഴിഞ്ഞാൽ ആ ഓർഡർ ബ്ലോക്ക് ടാപ്പ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ എൻട്രി എടുക്കും. കൺഫർമേഷൻ ആൻഡ് കൺസർവേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ സോണിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്ത് അതിൻ്റെ മുകളിൽ എൻട്രി എടുക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, അപ്പം നമ്മളുടെ പ്രൊബബിലിറ്റി, നമ്മളുടെ സെറ്റപ്പ് ഓക്കെ ആണെങ്കിൽ ഇത് രണ്ടും എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ഫൈൻഡ് ദ ഐഡിയൽ എസ് എൽ പ്ലേസ്മെൻറ്റ്. ഓക്കെ, നമ്മൾ ഐഡിയലായിട്ട് എൻട്രി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ കുറച്ച് നേരം കൊണ്ട് നമ്മൾ പറഞ്ഞു. അത് ഏകദേശം മനസ്സിലായിട്ട് തോന്നുന്നു. നമുക്ക് എന്തായാലും ചാർട്ടിൽ പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താണ്? ഫൈൻഡ് ദ ഐഡിയൽ എസ് എൽ പ്ലേസ്മെൻറ്റ്. ഓക്കെ, നമ്മൾ എസ് എൽ വെക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ ചില സമയത്ത് നമ്മൾ മിസ് ചെയ്തു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക? കുറച്ച് റീറ്റെയിൽ ലോജിക്ക് നോക്കാം. ഓക്കെ, റീറ്റെയിൽ ലോജിക്ക് നോക്കുമ്പോൾ അതിൽ തന്നെ എന്താണ്? ഈ ഒരു ഫസ്റ്റ് വീഡിയോയിൽ സപ്പോർട്ട്, റെസിസ്റ്റൻസ്. ഓക്കെ, ഫസ്റ്റ് ടാപ്പ് സെക്കൻഡ് ടാപ്പ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇവിടുന്ന് സെല്ല് ചെയ്യണം. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തത് നോക്കുകയാണെങ്കിൽ തന്നെ പ്രൈസ് 1 ഒരു ടച്ച്
രണ്ടാമത്തെ ടച്ച് വരുന്ന സമയത്ത് എവിടെ ബൈ ചെയ്യണം? എവിടെയാണ് ബൈ ചെയ്യേണ്ടത്? ആ ഒരു ബുള്ളിഷ് ക്യാൻഡലിൻ്റെ മുകളിൽ ബൈ ചെയ്യണം. താഴെ എവിടെ വേണം? താഴെ ഇവിടെ ആയിരിക്കും എന്ത് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 ടാപ്പ് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് പോകുമ്പോൾ സെല്ല് ചെയ്യുക, ഇവിടുന്ന് ബൈ ചെയ്യുക, സെല്ല് ചെയ്യുക, ബൈ ചെയ്യുക. ഓക്കെ, അടുത്ത ഇമേജ് നോക്ക് നിങ്ങൾ. അടുത്ത ഇതിൽ നോക്കുമ്പോൾ എന്താണ്? റെസിസ്റ്റൻസിൽ എത്തുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ ഏരോ മാർക്കിട്ട് കാണിച്ചത്? സെല്ല് ചെയ്യണം. ഇവിടെ എത്തുന്ന സമയത്ത് സെല്ല് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്? സപ്പോർട്ടിൽ എത്തുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യണം? ബൈ ചെയ്യണം. റെസിസ്റ്റൻസ്, സപ്പോർട്ട്. ഓക്കെ, ടോപ്പ് സീക്രട്ട് കണ്ടില്ലേ? ടോപ്പ് സീക്രട്ട് എന്താണ്? റെസിസ്റ്റൻസിൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ആ റെസിസ്റ്റൻസിൽ എത്തുമ്പോൾ അതേ സ്ഥലത്ത് നിന്ന് സെല്ല് ചെയ്യണം. ഓക്കെ, ഇതാണ് റീറ്റെയിലിൽ ടോപ്പ് സീക്രട്ട്. ഓക്കെ, ടോപ്പ് സീക്രട്ട്. റെസിസ്റ്റൻസിൽ എത്തുമ്പോൾ സെല്ല് ചെയ്യണം, ബൈ ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് തരുന്നത്. റെസിസ്റ്റൻസിൽ എത്തുമ്പോൾ എന്ത് ചെയ്യണം? സെല്ല് ചെയ്യണം. സപ്പോർട്ടിൽ എത്തുമ്പോൾ എന്ത് ചെയ്യണം? ബൈ ചെയ്യണം. റെസിസ്റ്റൻസിൽ എത്തുമ്പോൾ എന്ത് ചെയ്യണം? താഴേക്ക് എൻട്രി പുഷ് ചെയ്യണം. സപ്പോർട്ടിൽ എത്തുമ്പോൾ എന്താണ്? മുകളിലേക്ക് ബൈ പുഷ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് നിൽക്കുന്നത് ഈ ഒരു നോർമൽ ലോജിക്കാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് പോവാം. ഫൈൻഡ് ദ ഐഡിയൽ എസ് എൽ പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു ഇതിൽ നിങ്ങൾ ഈ ഒരു ഇമേജ്, ഓക്കെ, ഈ ഒരു ഇമേജിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന എന്തൊക്കെയാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? നിങ്ങളിവിടെ എന്താണ് ഏരിയാസ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇതൊരു ലിക്വിഡിറ്റി പോയിന്റ് ആണ്. ഓക്കെ, സ്ട്രെയിറ്റ് വരയ്ക്കാൻ കഴിയുന്നില്ല. ഇതൊരു ലിക്വിഡിറ്റി പോയിന്റ് ആണ്. കാരണം എന്താണ്? ഇവിടെ സെല്ല് ചെയ്തു, ഇവിടെ സെല്ല് ചെയ്തു, ഇവിടെ സെല്ല് ചെയ്തു, ഇവിടെ സെല്ല് ചെയ്തു. ഇവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്? ഇതിന് മുകളിലാണ് ഇവരൊക്കെ സ്റ്റോപ്പ് ലോസ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇതിൻ്റെ മുകളിൽ എന്താണ്? ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സ്. കാരണം എന്താണ്? സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എന്താണ്? ബൈ ആണ്. അപ്പോൾ റെസിസ്റ്റൻസിൽ എന്താണുള്ളത്? ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലിക്വിഡിറ്റി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. എന്താണ്? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഇനി എന്താണ്? താഴത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്തു. കണ്ടില്ലേ? കളക്ട് ചെയ്തു. ഓക്കെ, ഇനി ഏതാണ് ലിക്വിഡിറ്റിയെ? സോറി, ആ വര മാഞ്ഞു പോയി. ഇനി എവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളത്? ഇനി ലിക്വിഡിറ്റി ഉള്ളത് ഏതാണ്? മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് ഇവിടുന്ന് ഒരു ബുള്ളിഷ് മൊമെൻറ്റം കാണിക്കുമ്പോൾ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണുന്നുണ്ടോ? ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയാണ്, ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. അതുപോലെ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. ഇപ്പോൾ ലിക്വിഡിറ്റീസ് ഉള്ള ഏരിയാസ് ഏതൊക്കെയാണ്? നമ്മൾ ഈ സ്ലൈഡിൽ നോക്കുമ്പോൾ എന്താണ്? ഈ ഒരു ഏരിയ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അതുപോലെ തന്നെ എന്താണ്? താഴേക്ക് ഹയർ ഹൈസ്, ഹയർ ലോ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ കണ്ടില്ലേ? ഇവിടെയൊക്കെ എന്താണുള്ളത്? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ്. അതുപോലെ ഇവിടെ എന്താണ്? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഇതിനെ നമുക്കൊരു ഓർഡർ ബ്ലോക്കായിട്ട് താഴെയും എടുക്കാം. എൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ICT ട്രേഡറുടെ സമയത്ത് ചിന്തിക്കുമ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു ലോജിക്കിൽ ചിന്തിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആ ഒരു ലോജിക്കിൽ എന്താണ്? നമ്മൾ നമ്മൾ നേരത്തെ കാണിച്ച ലോജിക്കിൽ എത്തുമ്പോൾ എന്താണ്? ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ഇവിടെ എത്തുമ്പോൾ നമ്മൾ ആക്ച്വലി ഡയറക്റ്റ് സെല്ല് ചെയ്യണം എന്നാണ് നമ്മുടെ ടോപ്പ് സീക്രട്ടായിട്ട് നേരത്തെ പറഞ്ഞത്. ഓക്കെ, ICTയുടെ കണ്ണിൽ അല്ലെങ്കിൽ ICTയുടെ വ്യൂവിൽ നോക്കുമ്പോൾ എന്താണ്? മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ്. എൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ഒരു കൺസോൾട്ടേഷൻ ചെയ്തിട്ട് മാർക്കറ്റ് ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം താഴേക്ക് ഒരു മൂവ്മെൻറ്റ്, അതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഫറൻസ് പോയിൻ്റ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കുന്ന സമയത്ത് എന്താണ് മനസ്സിലാവുന്നത്? മാർക്കറ്റ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം കളക്ട് ചെയ്തിട്ട് ഒരു റിവേഴ്സ് മൂവ്മെൻറ്റ് മാർക്കറ്റ് തന്നു. ഇവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവേറ്റ് ആയി. കാരണം എന്താണ്? അക്യുമുലേറ്റ് ചെയ്ത ഏരിയനെ മാനിപ്പുലേറ്റ് ചെയ്തു. ലിക്വിഡിറ്റി ഹണ്ടിനെയാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം താഴേക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്? ഒരു ഓർഡർ ബ്ലോക്ക് എനിക്ക് വരച്ചൂടെ? ഓക്കെ, ഒരു ഓർഡർ ബ്ലോക്ക് എനിക്ക് വരയ്ക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഒരു ഓർഡർ ബ്ലോക്ക് അവിടെ വരച്ചു. നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രൈസ് താഴേക്ക് വന്നിട്ട് തിരിച്ച് ആ ഓർഡർ ബ്ലോക്കിലേക്ക് ടാപ്പ് കിട്ടി താഴേക്ക് പോയി. ഓക്കെ, ഇനി ലിക്വിഡിറ്റീസ് എവിടേക്കാണുള്ളത്? ലിക്വിഡിറ്റി അതുപോലെ എന്താണ്? ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഓർഡർ ബ്ലോക്കായിട്ടും വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എന്താ സംഭവിച്ചത്? മാർക്കറ്റ് ഒരു അക്യുമുലേഷൻ ഫേസ്, അതിൻ്റെ മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സ്റ്റോപ്പ് ഹണ്ട് നടത്തി തിരിച്ച് റിവേഴ്സ് താഴേക്ക് വരുമ്പം മാർക്കറ്റ് എന്താണ്? ഈ ലിക്വിഡിറ്റീസിനൊക്കെ താഴേക്ക് എടുക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? നമ്മൾ SL വെക്കുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം?
ലിക്വിഡിറ്റി ഹണ്ട് ചെയ്ത ഏരിയേൻ്റെ മുകളിലായിരിക്കണം എസ് എൽ. അത് ഓർഡർ ബ്ലോക്കിൽ എടുക്കുകയാണെങ്കിലും ബ്രേക്കർ ബ്ലോക്കിൽ എടുക്കുകയാണെങ്കിലും ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എടുക്കുകയാണെങ്കിലും എസ് എൽ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ലിക്വിഡിറ്റി എടുത്തത് മാർക്കറ്റ് ലിക്വിഡിറ്റി പോയിന്റ് ഏതൊക്കെയാണ്? ഇതുപോലെ റിലേറ്റീവ് ഈക്വൽ ഹൈ, ഡബിൾ ബോട്ടം, ഇതൊക്കെയാണ് റിലേറ്റീവ് ഈക്വൽ ലോ. അതുപോലെ തന്നെ എന്താണ് റിലേറ്റീവ് ഈക്വൽ ഹൈ എന്ന് പറയുമ്പോൾ ഇത് ഡെയിലി ഹൈ, ഡെയിലി ലോ, വീക്ക്ലി ഹൈ, വീക്ക്ലി ലോ, ഇതിൻ്റെയൊക്കെ താഴെയൊക്കെ ലിക്വിഡിറ്റിയാണ്. ആ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യുക അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ഫേസ് വന്നതിന് ശേഷം അതിൻ്റെ താഴെ ആയിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ മുകളിലായിരിക്കണം നമ്മളുടെ എസ് എൽ. അത് ഈവൻ ഓർഡർ ബ്ലോക്കിൽ എടുക്കുകയാണെങ്കിലും ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എടുക്കുകയാണെങ്കിലും ബ്രേക്കർ ബ്ലോക്കിൽ എടുക്കുകയാണെങ്കിലും എസ് എൽ എപ്പോഴും ഇവിടെയാണ്. ലിക്വിഡിറ്റി ഹണ്ട് ചെയ്ത ഏരിയയിലായിരിക്കണം നമ്മളുടെ എസ് എൽ. ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യാത്ത ആവരുത് നമ്മളുടെ എസ് എൽ. ഓക്കെ, ഇതുപോലത്തെ ബുൾഷിറ്റ് ആയിട്ടുള്ള സ്ഥലത്തൊന്നും ആവരുത് നമ്മളുടെ എസ് എൽ വെക്കേണ്ടത്. കണ്ടില്ലേ, സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വെക്കണം എന്ന് പറയുന്നത്? ആ റെസിസ്റ്റൻസിൻ്റെ താഴെയാണ് എസ് എൽ വെക്കാൻ നമ്മളെ കൊണ്ട് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി എന്താണ്? ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വന്ന സമയത്ത് അഗ്രസീവായിട്ട് ഒരു എൻട്രി എടുത്തു. നമ്മൾ നേരത്തെ എൻട്രി 2 തരത്തിലുണ്ട്, 3 തരത്തിലുണ്ടെന്ന് പറഞ്ഞ അഗ്രസീവ് എൻട്രി, അതുപോലെ തന്നെ എന്ത് തരം എൻട്രികളൊക്കെയാണ്? അഗ്രസീവ് എൻട്രി മെത്തേഡ്, കൺഫോർമേഷൻ ആൻഡ് കൺസർവേറ്റീവ് മെത്തേഡ് ഉണ്ട്. അതിൽ അഗ്രസീവ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ്, നമുക്ക് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു, ലിക്വിഡിറ്റി ഹണ്ട് തന്നു, അതിനുശേഷം നമ്മളൊരു ഓർഡർ ബ്ലോക്ക് വരച്ചു. ആ ഓർഡർ ബ്ലോക്കിൻ്റെ സോണിലെത്തിയ സമയത്ത് തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോണിലെത്തിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ എൻട്രി പഞ്ച് ചെയ്തു, എസ് എൽ ഇതിൻ്റെ മുകളിൽ വെച്ചു. ഇതിനെന്താണ്? അഗ്രസീവ് എൻട്രിയാണ്. ഇത് ആക്ച്വലി എസ് എൽ അടിക്കാത്തതിൻ്റെ കാരണം എന്താണ്? ലോജിക്കലി ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് എസ് എൽ എടുക്കുന്നതിനോട് എസ് എൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ ചാൻസ് കുറവാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കൺഫോർമേറ്റീവ് മെത്തേഡാണ്. കൺഫോർമേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം 5 മിനിറ്റിലാണെങ്കിൽ 5 മിനിറ്റിലാണ് എൻ്റെ എൻട്രി സെറ്റപ്പ് കണ്ടതെങ്കിൽ ഞാനൊന്ന് 3 മിനിറ്റിലേക്കോ അതാ 1 മിനിറ്റിലേക്കോ മാർക്കറ്റിൻ്റെ ടൈം ഫ്രെയിം മാറ്റിക്കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചത്? നമ്മുടെ സോണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതേ എൻട്രി അതേ ക്രൈറ്റീരിയ തന്നെയാണിത്. ഓക്കെ, ടൈം ഫ്രെയിം ഒന്ന് ചേഞ്ച് ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി? ഓർഡർ ബ്ലോക്കിൽ എത്തിയ സമയത്ത് നോക്കൂ, നിങ്ങളൊരു ഇൻവേർട്ടഡ് ഹാമർ, നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് ഒന്നും നോക്കണ്ട, നമ്മൾ നോക്കുമ്പോൾ റിജക്ഷൻ വന്നിട്ടുണ്ട്. റിജക്ഷൻ വന്ന സമയത്ത് എന്ത് മനസ്സിലായി? നമുക്ക് കൺഫേമായി മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആകും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ആ ഏരിയ ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പം ഇവിടെ ഒരു എൻട്രി എടുത്തു, ഇവിടെ ഒരു എസ് എൽ വെച്ചു. ഓക്കെ, അപ്പം അഗ്രസീവ് എൻട്രിയും കൺഫോർമേഷൻ എൻട്രിയും എന്ന് പറയുന്നത് എന്താണ്? അത് കുറച്ച് റിസ്ക് അത്യാവശ്യം എന്താണ്, അഗ്രസീവായിട്ട് നേച്ചറുള്ള ആളുകൾ അഗ്രസീവായിട്ട് എടുക്കുക, കുറച്ചുകൂടി കൺഫോർമേഷൻ കുറച്ചുകൂടി നോക്കി സംഭവം സെറ്റപ്പൊക്കെ ശരിയാണ്. എന്നിരുന്നാലും ഞാനൊരു കൺഫോർമേറ്റീവായിട്ട് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രീതിയിൽ ചെയ്യാം. ഓക്കെ, രണ്ടും ബെസ്റ്റാണ്. നമ്മൾ ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ് കണ്ടുപിടിക്കുക എന്നതിലാണ് കാര്യം. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് എങ്ങനെ എൻട്രി എടുക്കുന്നതും എസ് എൽ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അടുത്തത് എന്താണ്? നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇനി എന്താണ്? ഫൈൻഡ് ദ ഐഡിയൽ ടാർഗറ്റ്സ്. ഓക്കെ, ഐഡിയൽ ടാർഗറ്റ്സ് പറയുകയാണെങ്കിൽ എന്താണ്? നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതും എൻട്രി എടുക്കുന്നതും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ടാർഗറ്റ് വെക്കുന്നത്. ഓക്കെ, ടാർഗറ്റ് വെക്കുമ്പോൾ എപ്പോഴും എവിടെയായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? ലിക്വിഡിറ്റി മാർക്കറ്റ് ലിക്വിഡിറ്റി എവിടെയാണുള്ളത് ആ ലിക്വിഡിറ്റിയിലേക്കായിരിക്കും മാർക്കറ്റ് ട്രാവൽ ചെയ്യുക. ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? അത് ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സും സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സും ആയിരിക്കും. ഓക്കെ, ഇത് മാഗ്നറ്റ് പോലെ ആയിരിക്കും, പ്രൈസിനെ അങ്ങോട്ട് ആകർഷിക്കും. അപ്പോൾ എന്താണ്? ലിക്വിഡിറ്റി അറിഞ്ഞിരിക്കുക. ലിക്വിഡിറ്റി 2 തരത്തിലുണ്ട്. ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി അഥവാ എന്താണ് നമ്മളുടെ 3 PDRAs, ബ്രേക്കർ ബ്ലോക്ക്, ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ്. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താണ്? എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്തൊക്കെയാണ്? നമ്മളുടെ റിലേറ്റീവ് ഈക്വൽ ഹൈ, റിലേറ്റീവ് ഈക്വൽ ലോ, ഒരു സ്വിങ് ഹൈ സ്വിങ് ലോൻ്റെ ഔട്ട് സൈഡിൽ എന്ന് വെച്ചാൽ നമ്മൾക്കൊരു റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ ഈ റേഞ്ചിൻ്റെ ഉള്ളിലുള്ളതാണ് എന്താണ്? എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഓക്കെ, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി റേഞ്ചിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ സ്വിങ് ഹൈയും സ്വിങ് ലോ അതായിരിക്കും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്താണ്? ആ റേഞ്ചിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡിറ്റി ഇൻ ദ ഫോം ഓഫ് ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ബ്രേക്കർ ബ്ലോക്ക്. ഇതാണ് എന്ത്?
ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട എപ്പോഴാണ് ലിക്വിഡിറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇമേജ് നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി, മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി, അതിനുശേഷം ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് എവിടെയായിരിക്കണം? നമ്മുടെ റീസെൻ്റ് ആയിട്ട് എവിടെയാണ് നിങ്ങൾ നോക്കൂ, കണ്ടില്ലേ, റിലേറ്റീവ് ഈക്വൽ ഹൈ അഥവാ ഒരു അക്യുമുലേഷൻ നടന്ന ഏരിയ ആണ് ഇത്. ഓക്കെ, അപ്പോൾ അതിന് പ്രൈസ് ഇനി എങ്ങോട്ട് പോകണം? ഈ ഏരിയൻ്റെ മുകളിലൊക്കെ എന്തുണ്ടാവും? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ടാവും. കാരണം ഇവിടെ സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയായിരിക്കും. അപ്പോൾ ടാർഗറ്റ് എന്ത് ചെയ്യുക? നമ്മൾ ഈ ഒരു ഏരിയ ഒക്കെ കൊടുക്കുന്നതിന് പകരം ഈ ഒരു ഏരിയ കൊടുക്കുക. ഇൻ കേസ് നിങ്ങൾ 1:2 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പാർഷ്യലി ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഹോൾഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി ബേസ്ഡ് ആണെങ്കിൽ പ്രൈസ് എന്തായാലും ഈ ഏരിയയിലേക്ക് പോകണം. കാരണം ഈ ഏരിയയിലാണ് മാർക്കറ്റിന് ഇനി ലിക്വിഡിറ്റി ഉള്ളത്. കാരണം എന്താണ്? ഈ ഒരു കൺസോൾട്ടേഷൻ നടന്ന ഏരിയൻ്റെ മുകളിൽ ലിക്വിഡിറ്റി ഉണ്ടാകും. ഓക്കെ, കൺസോൾട്ടേഷൻ ചെയ്തതിൻ്റെ താഴെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു, മുകളിലെ ലിക്വിഡിറ്റി എടുക്കാനാണ് ഈ വരുത്ത്. ഓക്കെ, നെക്സ്റ്റ് ഇമേജിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രൈസ് ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നു, സ്ട്രക്ചർ ബ്രേക്ക് നടന്നു, അതിനുശേഷം പ്രൈസ് ഓർഡർ ബ്ലോക്കിലേക്ക് ഇൻ ദ ഫോം ഓഫ് ഒരു ട്രെൻഡ് ലൈൻ പോലെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിയാണ്. പ്രൈസ് മാക്സിമം ഇവിടെ വരെ പോവാം, ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിൻ്റെ മുകളിൽ വരെ പോവാം. കാരണം ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കും. അതുപോലെ തന്നെ എന്താണ്? നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ബ്രേക്ക് തന്നതിന് ശേഷം പ്രൈസ് താഴേക്ക് ട്രെൻഡ് ലൈൻ ഫോം ചെയ്ത് മുകളിലേക്ക് പോയി. ഇതിനെന്താണ് നമ്മൾ പറയുക? ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് വെച്ചാൽ സോണ് തൊട്ട പോലെ നമുക്കൊരു സോൺ ഒരു ടാപ്പ് തന്നു. അപ്പോൾ ഇവിടെ എൻട്രി എടുക്കുക, നമ്മൾ എടുക്കില്ല. നമുക്കറിയാം ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആണ്. പ്രൈസ് താഴേക്ക് വന്നാൽ ഇൻഡ്യൂസ്മെൻറ്റിനെ കട്ട് ചെയ്ത് ഓർഡർ ബ്ലോക്കിലേക്ക് എൻട്രി വന്നാൽ അവിടെ നിന്ന് എൻട്രി എടുക്കും. നമ്മളുടെ ടാർഗറ്റ് എവിടെയാക്കാം? ഇവിടെ ആക്കാം. ഇൻ കേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതുകൊണ്ട് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്? ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡിറ്റീനെ ബേസ് ചെയ്യുക. ലിക്വിഡിറ്റി എന്തൊക്കെയാണ്? ലിക്വിഡിറ്റി ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും എടുക്കാം, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും എടുക്കാം. ഓക്കെ, അപ്പം ടാർഗറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. അപ്പം നമ്മൾ ഇത്രയും നേരം എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ഫൈൻഡ് ദ ഐഡിയൽ എൻട്രി ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞു, ഫൈൻഡ് ദ ഐഡിയൽ SL പ്ലേസ്മെൻറ്റ് പറഞ്ഞു, ഫൈൻഡ് ദ ഐഡിയൽ ടാർഗറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്? എല്ലാം നമ്മൾ കമ്പൽ ചെയ്യുന്ന എന്തിനാണ്? ലിക്വിഡിറ്റീൻ്റെ ബേസിലാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ സംഭവങ്ങൾ നമ്മളൊരു ചാർട്ടിലൂടെ പോയി നമുക്ക് ഡെമോ കാണിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഇതുപോലത്തെ ഒരു എൻട്രി ക്രൈറ്റീരിയ ആണ് കിട്ടുന്നത്. നോക്കട്ടെ, ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ഒരു 5 മിനിറ്റ് ചാർട്ടാണ്. ജസ്റ്റ് നോക്കുക. അപ്പോൾ ഞാൻ ഈ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും എവിടെയൊക്കെ ഉണ്ടെന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ എന്ത് മനസ്സിലാവും? നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും. ഈ ഒരു ഏരിയ, ഈ ഒരു ഹൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെൽ സ്റ്റോപ്പ് അല്ലെങ്കിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയ ആയിരിക്കും. കാരണം എന്താണ്? ഇവിടെ സെല്ല് ചെയ്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് എവിടെ ഉണ്ടാവും? ഇതിൻ്റെ മുകളിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ഹൈ ആണ്. ഈ ഇമ്പോർട്ടൻ്റ് ഹൈനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കും. അതുപോലെ തന്നെ പിന്നെ ലിക്വിഡിറ്റി ഉള്ള ഏരിയ ഏതാണ്? ഈ ഒരു ലോ എന്താണ്? ഈ ഒരു ലോ ലിക്വിഡിറ്റി എന്ന് പറയാൻ കാരണം ഈ ഒരു സപ്പോർട്ടാണ്. സപ്പോർട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലിക്വിഡിറ്റി സോണാണ്. കാരണം എന്താണ്? ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈ ചെയ്ത ആളുകൾ, ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈ ചെയ്ത ആൾ, ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈ ചെയ്ത ആൾ, ഇവിടുന്ന് ബൈ ചെയ്ത ഇവരൊക്കെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും ഉണ്ടാവുക? ഇതിന് താഴെയായിരിക്കും സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക. ഇവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ ആയിരിക്കും. പിന്നെ ലിക്വിഡിറ്റി പോയിന്റ് എന്താണ്? ഒരു റിലേറ്റീവ് ഈക്വൽ ലോ നമുക്ക് കാണാം. കണ്ടോ നിങ്ങൾ? ഈ ഒരു റിലേറ്റീവ് ഈക്വൽ ലോ, ഇതെന്താണ് കാരണം? ഇത് ഇവിടെ നിന്ന് എൻട്രി എടുത്ത ആളുടെയും ഇവിടെ നിന്ന് എൻട്രി എടുത്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടാവും, ഇതിൻ്റെ താഴെ ഉണ്ടാകും. ഓക്കെ, ഇപ്പം നമുക്ക് എന്താണ്? കുറച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കിട്ടി. ഓക്കെ, അപ്പോൾ റീറ്റെയിൽ ലോജിക്കിൽ എന്താണ്? സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പം ബുള്ളിഷും, സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പം സെല്ലും ബെയറിഷുമാണ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ICT ട്രേഡറെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇത് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, നമുക്ക് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. ജസ്റ്റ് നോക്കുന്ന സമയത്ത് എന്താണ്? ഫസ്റ്റ് തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് എവിടെയാണ്? നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിൽ, റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തും കൊണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തും കൊണ്ട് എൻട്രി എടുക്കുമ്പോൾ എന്താണ്? റീറ്റെയിൽ ലോജിക്കിൽ എന്താണ്? റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താണ്? മുകളിലേക്ക് ബൈ ചെയ്യണമെന്നാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്? ഓക്കെ, ബുള്ളിഷ് ക്യാൻഡിൽ വന്ന്. ഓക്കെ, റീറ്റെയിൽ ലോജിക്കിൽ എന്താണ്? ബുള്ളിഷ്, മുകളിലേക്ക് ഒരുപാട് പേര് മുകളിലേക്ക് ബൈ എടുത്തിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ മുകളിലൊക്കെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ മുകളിലൊക്കെ എന്താണ്? സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ട്. ഓക്കെ, പ്രൈസ് നേരെ എന്ത് ചെയ്യും?
താഴേക്ക് വീണ്. ഓക്കെ, എന്ത് സംഭവിച്ചു? ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതൊരു ലിക്വിഡിറ്റി സോണാണ്. ലിക്വിഡിറ്റി സോണിൽ എന്ത് സംഭവിച്ചു? ഇവിടെയൊക്കെ സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്തു? എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? താഴേക്ക്. ഓക്കെ, അപ്പം ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി മാർക്കറ്റ് താഴേക്ക് വരാൻ ചാൻസ് എന്താണ്? ഈ ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇനി എന്താ, ഈ ഓപ്പോസിറ്റ് സ്ഥലത്തുള്ള ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാൻ മാർക്കറ്റ് താഴേക്ക് വരും. ഓക്കെ, അതിന് നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നു. ഇനി ഓർഡർ ബ്ലോക്കോ ബ്രേക്കർ ബ്ലോക്കോ ഫെയർ വാല്യൂ ഗ്യാപ്പോ ഫോം ചെയ്യണം. അപ്പോൾ ഒരു ICT ട്രേഡർ, നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മൾ വെയിറ്റ് ചെയ്യും ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഓൾറെഡി ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നല്ലോ. ഒരു ഇമ്പോർട്ടൻ്റ് ലോനെ മാർക്കറ്റ് എടുത്തു. ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ വന്നു. ഇനി എന്താണ്, നമുക്ക് സ്ട്രക്ചർ ബ്രേക്ക് അല്ല വേണ്ടത്, സ്ട്രക്ചർ ബ്രേക്കും ഇവിടെ സംഭവിച്ചു. അപ്പം നമുക്ക് ഓർഡർ ബ്ലോക്കിനുള്ള ക്രൈറ്റീരിയാസ് ഏകദേശം ആയി. ഓക്കെ, ഇനി നമുക്ക് പ്രൈസ് എന്ത് ചെയ്യാം, നമുക്കെന്ത് ചെയ്യാം, ഓർഡർ ബ്ലോക്ക് വരയ്ക്കാം. ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റ് സെൽ ക്യാൻഡിലിനെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്തു. ലാസ്റ്റ് ബൈ ക്യാൻഡിലായിരിക്കും എൻ്റെ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഓർഡർ ബ്ലോക്കിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറ്റാണ്, ബെയറിഷ്. ഓക്കെ, ഇതാണ് എൻ്റെ എന്താണ് ബെയറിഷ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഇനി ഞാൻ എന്താണ്, എൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഡർ ബ്ലോക്കിൽ എത്തിയാൽ മാത്രമേ ഞാൻ എൻട്രി എടുക്കൂ. അതിന് മുന്നേ ഇൻഡ്യൂസ്മെൻറ്റ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രാപ്പ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അവെയർ ആവണം. ഓക്കെ, പ്രൈസ് ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഓർഡർ ബ്ലോക്കിലേക്ക് എത്തുന്നതിന് മുന്നേ എന്ന് വെച്ചാൽ നമ്മുടെ സോൺ ടാപ്പ് ചെയ്യുന്നതിന് മുന്നേ എന്താണ്, നമുക്ക് ഇവിടെ ഒരു ലെവൽ തന്നിട്ടുണ്ട്. ഇതെന്താണ് ഇത് നമ്മുടെ സോണിൻ്റെ മുൻപിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തതാണ്, ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തതാണ്. ഇൻഡ്യൂസ്മെൻറ്റ് കണ്ട ആളാണ് ഞാൻ, അതുകൊണ്ട് തന്നെ എനിക്കറിയാം. ഓക്കെ, അതിനുശേഷം ഓക്കെ, ഈ ഒരു ലെവൽ കാണുമ്പോൾ എന്താണ്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, നമ്മളുടെ സോണ് ടാപ്പായിട്ടില്ല. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു സോണ് ടാപ്പായിട്ടില്ല. ഓക്കെ, അതിന് മുന്നേ പ്രൈസ് താഴേക്ക് പോയി. ഇതെന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ എടുക്കുന്ന ആളുകളെയും അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് എടുക്കുന്ന ആളുകളെയും പറ്റിക്കും. ഓക്കെ, നമ്മൾ എൻട്രി എടുക്കുമോ? ഇല്ല, എൻട്രി എടുക്കില്ല. നമുക്ക് ആക്ച്വലി നമ്മളുടെ ഓർഡർ ബ്ലോക്കിൽ തന്നെ എനിക്ക് ടാപ്പ് കിട്ടണം. ഓക്കെ, നമ്മൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യും. ഓക്കെ, പ്രൈസ് ഇപ്പം എന്ത് ചെയ്തു, പ്രൈസ് എന്തുകൊണ്ട് ഇവിടെ നിന്ന് പ്രൈസ് ചെയ്തു കറക്റ്റ് ഈ ഒരു പൊസിഷനിൽ മാർക്കറ്റ് തിരിച്ച് കയറുന്നതിൻ്റെ കാര്യം എന്താണ്, മാർക്കറ്റിന് താഴേക്ക് വരാൻ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യണം. എന്ത് ഫോമിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും? നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ, ഇവിടെ ഒരു ലോ, ഇവിടെ ഒരു ലോ. ഓക്കെ, ഇതിനെ നമ്മൾ കൂട്ടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമുക്ക് എന്താണ്, ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. കണ്ടില്ലേ, ഈ ഒരു ലെവലിൽ. അപ്പോൾ നമ്മളിത് വായിച്ചെടുക്കാൻ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇതാവണം. ഓക്കെ, നമ്മൾ ട്രെയിൻഡ് ആവണം. ഓക്കെ, അതിന് ശേഷം എന്താണ്, നമുക്ക് ആ ഒരു കണ്ടില്ലേ, ഓക്കെ, അത് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇപ്പം എന്താണ്, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തപ്പോൾ എന്താണ്, റീറ്റെയിൽ ലോജിക്കിൽ അടുത്ത റീറ്റെയിൽ ലോജിക്ക് എന്താണ്, ഇവിടെ സെല്ല് ചെയ്യണം. ഓക്കെ, എന്താണ്, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്നാൽ ഇവിടെ സെല്ല് ചെയ്യണം. സ്റ്റോപ്പ് ലോസ് എവിടെയാണ്, ഇതിൻ്റെ മുകളിലായിരിക്കും എന്ത്, SL വെക്കേണ്ടത്. ഓക്കെ, ടാർഗറ്റ് ഇവിടെ വെക്കാം, ഈ ഒരു ലോ ഇതായിരിക്കും ടാർഗറ്റ്. ഓക്കെ, എന്തായിരിക്കും ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായി. ഓക്കെ, ഭാഗ്യം. ഓക്കെ, കണ്ടോ നിങ്ങൾ, കറക്റ്റ് എന്ത് ചെയ്തു, സ്റ്റോപ്പ് ലോസ് അടിച്ച്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഹ്യൂജായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇപ്പോഴാണ് ആക്ച്വലി എന്താണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമ്മളുടെ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റായത്. ഓക്കെ, ആക്ച്വലി നമ്മളുടെ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റായി. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് വീണ്ടും ഒരു സെൽ സ്റ്റോപ്പ് ഓർഡർ ക്രിയേറ്റ് ആയി. കണ്ടില്ലേ, മാർക്കറ്റ് ഇവിടെ ആക്ച്വലി എന്താണ്, ഒരു ഡബിൾ ബോട്ടം മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം എന്താണ്, ഇവിടെ ലിക്വിഡിറ്റി മാർക്കറ്റ് ജനറേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിൽ പോയത്. ഇവിടെ ബൈ ചെയ്ത ആളുകളുടെയും ഇവിടെ ബൈ ചെയ്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്, താഴെയാണ്. ഇപ്പം എന്താണ്, ആക്ച്വലി നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എത്തി. ഓക്കെ, അവിടുന്ന് റിജക്ഷൻ വന്ന് അഗ്രസീവായിട്ടാണെങ്കിൽ അഗ്രസീവായിട്ട് ഞാൻ എൻട്രി എടുക്കുകയാണ്.
കൺസർവേറ്റീവ് ആയിട്ട് എടുക്കുന്ന ആളെന്താ ഇതിൻ്റെ താഴെ നിന്ന് ഒരു എൻട്രി എടുക്കും, സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിൽ വെക്കും. ഇവിടെ ലിക്വിഡിറ്റി ഓക്കെ. അപ്പോൾ എന്താണ് എൻട്രി നമ്മൾ പ്രോപ്പറായിട്ട് എൻട്രി എടുത്തു. എവിടെയാണ് നമ്മുടെ സോണിലെത്തി. അവിടെ നിന്ന് ഒരു കൺഫേമേഷന് വേണ്ടി ക്യാൻഡിൽ ഫോം ചെയ്യാൻ കാത്തുനിന്നു. അതിൻ്റെ ലോലായിട്ട് നമ്മളൊരു എൻട്രി എടുത്തു. സ്റ്റോപ്പ് ലോസ് എവിടെയാണ് ഈ മാനിപ്പുലേഷൻ നടന്ന ഏരിയേൻ്റെ മുകളിലായിരിക്കണം സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് എവിടെയാണ് കണ്ടോ, ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്ത് വെച്ച് പോയത് കണ്ടോ, കറക്റ്റ് ഡബിൾ ബോട്ടം. ഇതായിരിക്കണം നമ്മളുടെ ഐഡിയൽ ആയിട്ടുള്ള എന്ത് ടാർഗറ്റ്. ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വെക്കാം, പിന്നെ ടാർഗറ്റ് ഇവിടെ വെക്കാം. ഓക്കെ, ആക്ച്വലി നല്ലൊരു എൻട്രി സെറ്റപ്പാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ കറക്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൈസ് ആ ഏരിയയിൽ നിന്ന് താഴെ പോയി ഏകദേശം ഇവിടെ എത്തും. നമ്മളുടെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ഒരു ലെവലിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് അത് ബ്രേക്ക് ചെയ്തു മാർക്കറ്റ്. പ്രൈസ് ഇവിടെ വരെ പോകണം, നമ്മൾ മാർക്ക് ചെയ്ത ലിക്വിഡിറ്റി വരെ പോകണം. കാരണം എന്താണ് ആ ഏരിയയിലേക്ക് പോകും, കാരണം എന്താണ് അവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ലാസ്റ്റ് ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം നോക്ക് നിങ്ങൾ, ഇനി മാർക്കറ്റ് താഴേക്ക് പോകില്ല. കാരണം എന്താണ് ഇതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് എന്താണ് ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് പോകും. എന്തിന് മാർക്കറ്റിന് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു കഴിഞ്ഞ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്ന സമയത്ത് എന്ത് മനസ്സിലാവും, മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആണ്. ഓക്കെ, ഡൗൺ ട്രെൻഡ് ആണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. ഒരു ഡൗൺ ട്രെൻഡ് എന്ന് വെച്ചാൽ ഒരു കൺസോൾട്ടേഷൻ രീതിയിൽ ഒരു കൺസോൾട്ടേറ്റ് ചെയ്തു. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവർ കൺസോൾട്ടേഷൻ നടത്തി ഇതിൻ്റെ മുകളിലുള്ള ലിക്വിഡിറ്റി മുഴുവൻ മാർക്കറ്റ് കളക്ട് ചെയ്ത് കണ്ടില്ലേ, കളക്ട് ചെയ്ത് താഴേക്ക് വന്ന് മാർക്കറ്റ് എന്നിട്ട് എന്ത് ചെയ്തു ഈ ഒരു ലെവലിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലായി ഇവിടെയും ഇതും എന്താണ് മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്ന്. ഓക്കെ, നമുക്ക് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാം. നമുക്ക് അടുത്തത് നോക്കുകയാണെങ്കിൽ എന്താ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ലോ എന്ന് പറയുന്നത് എന്താണ് മാർക്കറ്റ് സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ കഴിഞ്ഞ ലോ ബ്രേക്ക് ചെയ്തത് ഒരു ലോ ഉണ്ടാക്കിയ എന്താണ് പ്രീവിയസ് ഡേ ലോ നമുക്ക് ഇതായിട്ട് ചെയ്യാം. പിന്നെ നമുക്കൊരു ലിക്വിഡിറ്റി കാണുന്നത് എവിടെയാണ് ഈ മുകളിൽ. കാരണം എന്താണ് ഈ ഒരു മുകളിൽ ഇതൊരു ലിക്വിഡിറ്റി അല്ലേ. കാരണം എന്താണ് ഈ ഒരു ഹൈ എന്ന് പറയുന്നത് ഒരു ലിക്വിഡിറ്റിയാണ്. കാരണം എന്താണ് ഇത് റിലേറ്റീവ്ലി ഈക്വൽ ഹൈ ആണ്. കാരണം ഇവിടെ നിന്ന് സെല്ല് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് സെല്ല് വന്നിട്ട് ഇവിടെ സെല്ല് ഉണ്ട്. അപ്പോൾ ഇവന്മാരൊക്കെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും ഇതിൻ്റെ മുകളിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഒരു ക്യാൻഡിലാണ് ഫോം ആയിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ അറ്റ് എ ടൈം എന്തായി മാർക്കറ്റ് ഈ ഒരു ലോനെ മാർക്കറ്റ് എടുത്തു, സ്വീപ്പ് ചെയ്തു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഓക്കെ, ഈ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്വീപ്പ് കിട്ടിക്കഴിഞ്ഞു. അതിന് ശേഷം എന്തായി മാർക്കറ്റ് ആ ഒരു ഓർഡർ ലോക്ക്, ജസ്റ്റ് ഒരു മൈനർ ഓർഡർ ലോക്ക് ടാപ്പ് ചെയ്തു. എന്നിരുന്നാലും നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒക്കെ ആയിട്ട് നമുക്ക് ഫോം ചെയ്യണം. ഓക്കെ 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 എന്താണ് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് നമ്മളുടെ ഒരു സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്തത് നോക്കുന്നത് ലിക്വിഡിറ്റി സ്വീപ്പ് മുഴുവനായിട്ട് വന്നു. ഇപ്പം മേജർലി നോക്കുകയാണെങ്കിൽ എന്താണ് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്തത് എവിടെയാണ് മേജറായിട്ടുള്ള ഒരു സപ്പോർട്ടിനെയാണ്, അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി സോഡെന്ന് സ്വീപ്പ് ചെയ്തു. ഓക്കെ, മാനിപ്പുലേഷൻ നടന്ന് മാർക്കറ്റ് മുകളിൽ പോയി തിരിച്ചു വന്ന് ഇവിടെയാണ് നമുക്കൊരു ഓർഡർ ബ്ലോക്ക് സെറ്റപ്പ് മാർക്കറ്റ് തരുന്നത്. ഓക്കെ, ഇനി ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്തു. നമുക്ക് എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ ഇതിൻ്റെ ചോട്ടിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കുമ്പോൾ ഏതാണ് എടുക്കേണ്ടത്? ഈ ഒരു ക്യാൻഡിൽ എന്താണ് അതൊരു ഒരു 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 ലോ ക്യാൻഡിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലുള്ള ഒരു ക്യാൻഡിലായിട്ട് എടുക്കാം. ഒരു ഓർഡർ ബ്ലോക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രൈസിൻ്റെ ഒരു സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. കണ്ടല്ലേ, ഈ ഒരു സപ്പോർട്ട് പ്രീവിയസ് ഡേൻ്റെ ലോ ഒരു സപ്പോർട്ട് ആയിരിക്കും നമുക്കറിയാം. സപ്പോർട്ടിൻ്റെ താഴെ എന്താവും ലിക്വിഡിറ്റി ഉണ്ടാവും, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിൽ പോയി വീണ്ടും ഇവിടെ ഒരു ഫേസ് തന്നിട്ട് അതിൻ്റെ ലോ കട്ട് ചെയ്തിട്ട് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി നമ്മളുടെ എൻട്രി ശരിക്കും എവിടെയാണ് നമ്മൾ വെക്കേണ്ടത്? ലോങ് വരുമ്പോൾ നമ്മുടെ ഓർഡർ ബ്ലോക്കിൽ എൻട്രി എടുത്തിട്ട് ലിക്വിഡിറ്റി മാനിപ്പുലേഷൻ ഇവിടെ നടന്നത് എവിടെയാണ്? ഇവിടെയാണ്. ഓക്കെ, ആക്ച്വൽ മാനിപ്പുലേഷൻ നടന്നത് ഇവിടെയാണ്. നമുക്ക് എന്ത് ചെയ്യാം?
ഇതിൻ്റെ താഴേക്കാണ് എൻട്രി വെക്കുന്നതെങ്കിൽ നമ്മുടെ എൻട്രി ലോ എത്രയായിരിക്കും? ഒരുപാട് ദൂരെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 1:2 കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെയാണ് ഏകദേശം ഈ ഒരു റേഞ്ചിൽ വെക്കണം. പക്ഷെ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ലിക്വിഡിറ്റിയാണ്. അതുകൊണ്ട് ഈ ലിക്വിഡിറ്റി ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ ഈ മാനിപ്പുലേഷൻ നടന്ന ഏരിയയിൽ വെക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ ഓക്കെ നമുക്ക് ആ സോണിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം എന്നുള്ള രീതിയിലാണ്. ഓക്കെ ഓക്കെ ഇപ്പോൾ പ്രൈസ് നിങ്ങൾ നോക്കുക. ഈ ഒരു സ്ഥലത്ത് നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തത് എന്തുകൊണ്ടാണ്? അവിടെ ലിക്വിഡിറ്റി ബിൽഡപ്പ് ആണ്. എന്താണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ ട്രെൻഡ് ലൈൻ ഫോം ചെയ്തത്. ഓക്കെ അതിനുശേഷം നോക്കാം. ഓക്കെ ഇതെന്താണ്? നമ്മുടെ സോണിലെത്തുന്നതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് റിവേഴ്സൽ വരികയാണ്. എന്താ ഇത്? ട്രാപ്പാണ്. ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്യാണ് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. താഴെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് അത് എടുത്തിട്ട് വേണം മുകളിൽ പോകാൻ. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുക? ഇൻഡ്യൂസ്മെൻറ്റ്. ഓക്കെ ഓക്കെ ടാപ്പ് കിട്ടി. ഇനി എന്താണ്? ഒരു ബുള്ളിഷ് ക്യാൻഡിലിന് വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ കണ്ടോ? റിജക്ഷൻ ക്യാൻഡിൽ വന്നു, ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. എൻട്രി എടുക്കുന്നവർ ഇവിടെ നിന്ന് എൻട്രി എടുക്കുക. സ്റ്റോപ്പ് ലോസ് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ. ടാർഗറ്റ് ഇവിടെ മുകളിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടോ? ഉണ്ട്. ഇതാ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഇവിടെ എത്തിച്ചു കൊടുത്താൽ മതി. ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ അവന്മാർ ബ്രേക്ക്ഔട്ട് ട്രേഡേഴ്സ് ഇവിടെ എത്തിച്ചോളും. ഓക്കെ ഓക്കെ പ്രൈസ് അതാ പോകുന്നു. ഓക്കെ അപ്പോൾ ഈ മൂവ്മെൻറ്റ് കൊണ്ടുപോയത് ആരാണ്? ഈ ട്രെൻഡ് ലൈൻ. അപ്പം എന്താണ് ഇൻസ്? ഓക്കെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് പറയാം. നോക്കുക ഇതെന്താണ്? ഇത് വീണ്ടും ഒരു സൈഡ് വേസ് ക്രിയേറ്റ് ചെയ്തു മാർക്കറ്റ്. ഉണ്ടല്ലേ? ഒരു സൈഡ് വേസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ ഇവിടെയും മാർക്കറ്റ് റേഞ്ച് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ നമുക്ക് എന്താ സംഭവിക്കാമെന്ന്. ഓക്കെ ഇപ്പം എന്താണ്? കണ്ടല്ലോ നിങ്ങൾ? കണ്ടല്ലേ? അക്യുമുലേഷൻ ചെയ്ത് കഴിഞ്ഞു. കണ്ടല്ലേ? അക്യുമുലേഷൻ ഫേസ്. അതുപോലെ അടുത്തത് എന്താണ്? മാനിപ്പുലേഷൻ ഫേസ്. മാനിപ്പുലേഷൻ ഫേസ് ഏതാണ്? ഇതാണ് മാനിപ്പുലേഷൻ ഫേസ്. കളറൊന്ന് മാറ്റി കൊടുക്കാം. മാനിപ്പുലേഷൻ ഫേസ്. അതുപോലെ തന്നെ അതിന് ശേഷം വന്ന ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. ഓക്കെ അപ്പോൾ ഇതാണ് AMD പഠിക്കുന്നതിനോണ്ടുള്ള ഗുണം. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് വർക്ക് ചെയ്ത് കണ്ടില്ലേ? ഓക്കെ റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് കളക്ട് ചെയ്ത് മാർക്കറ്റ് മുകളിൽ പോയി. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇതിൻ്റെ തിയറി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻട്രി എടുക്കുന്ന ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞു, SL വെക്കുന്ന ക്രൈറ്റീരിയ പറഞ്ഞു, ടാർഗറ്റ് വെക്കുന്ന ക്രൈറ്റീരിയ പറഞ്ഞു. ഒക്കെ മൂന്നും എന്താണ്? ലിക്വിഡിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞാൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്ന ലിക്വിഡിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി മനസ്സിലാക്കുക. ലിക്വിഡിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളായിരിക്കും ലിക്വിഡിറ്റി. കോട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ അപ്പോൾ ഇത്രയേ കാര്യങ്ങളുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.